ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ നോർമൽ പീപ്പിൾസ് ലൈഫ്. വൈഫ് ഹസ്ബൻഡിന്റെ അനിയൻ നമ്മിങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു കടലമുട്ടായി പോലും വാങ്ങി തന്നിട്ട് അതിൽ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു. ചിലപ്പോൾ അതിന്റെ അപ്പുറം തുണി മടക്കി വെക്കാനുള്ള തുണി ഇത്ര കൂട്ടിയ മെഡിറ്റേഷൻ, യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇനിയിപ്പോൾ എന്നാരും ബ്ലോക്ക് ചെയ്യാൻ പോകണ്ട. ഞാൻ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നോർമൽ പീപ്പിള് ഒരു ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, ഒരു സീറം സോഷ്യൽ മീഡിയ കാരണം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെ അങ്ങനെ തന്നെയാണ്. കൺട്രീസിലുള്ള ചൂടെടുക്കുന്നത് ശരി തന്നെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ അബുദാബി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ കാറിൽ ഇരുന്നിട്ടാണുള്ളത്. എനിക്ക് ജസ്റ്റ് ഒന്ന് ബോണറ്റെല്ലാം ചെക്കാക്കുന്നതാണുള്ളത്. കാരണം അബുദാബിക്ക് നമ്മൾ കുറച്ച് ലോങ് ഡ്രൈവ് അല്ലേ എന്ന് വിചാരിച്ചിട്ട്. കുറേ നാളായി ആക്ച്വലി കാറിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്. എനിക്ക് ഇപ്പോൾ ഈ കാറിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു ഓർമ്മയാണ്, അന്ന് കഴിഞ്ഞ കൊല്ലം ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ജോർജിയക്ക് പോകുന്ന സമയത്ത് നീ പള്ളിക്ക് പോയിട്ടാകുമ്പോൾ ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിട്ട്. ഇപ്പൊ നമ്മ അബുദാബി എയർപോർട്ടിൽ ഇന്ത്യൻ്റെ ഫ്രണ്ടിനെ പിക്കാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. വേണം ചാർജറൊക്കെ ആളെ. സോ ഗൈസ്, ഇപ്പോൾ ഇവിടെ പൊതുവേ തണുപ്പായതുകൊണ്ട് തന്നെ അബുദാബിയിൽ കുറച്ചുകൂടി തണുപ്പുണ്ടാവും ഷാർജനെ അപേക്ഷിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് വിൻഡോ ക്ലോത്ത്സ് എല്ലാം ഇട്ടിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ കാണുമ്പോൾ അവിടെ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരെ പോലെ ചൂടെടുക്കുന്നല്ല. ശരി തന്നെ, ഇപ്പൊ ചൂടെടുക്കുന്നു. കാരണം ഇപ്പൊ എ സി ലോൺ ആക്കി അത്ര. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ തണുത്തെങ്കിൽ അബുദാബി എയർപോർട്ടിലാണ് പോകുന്നത്. ഇന്ത്യൻ്റെ ഫ്രണ്ടിനെ പിക്കാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നൂറായിരുന്നില്ല. ഓ, മസിൽ വിളിക്കപ്പോയിരിക്കും എന്റെ ഇത് കാരണം മസിൽ കാരണം അതിൽ ഇടാൻ പറ്റുന്നില്ല, ഊരാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ 11:30 രാത്രി ഇറങ്ങുന്നുള്ളത്. എത്ര മണിക്ക്? 3:30 ഫ്ലൈറ്റ്. 3-4 മണിയാവും. 3:30-4 മണി. അപ്പൊ കുറച്ചെവിടെയെങ്കിലും ഇങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് പോവാ. ഒരു ലോങ് ഡ്രൈവ് നല്ല രസമല്ലേ. ചുറ്റാണ്ടായിട്ട് അബുദാബി എയർപോർട്ട് കാണിക്കാൻ 11:30 ആയി. നമ്മൾ മെല്ലെ പോയെങ്കിൽ എത്ര ടൈം കൊണ്ട് എത്തുമെന്ന്? 1.5 മണിക്കൂറോ മെല്ലെ പോയെങ്കിൽ 1.5 മണിക്കൂർ. നല്ല റോഡിൽ ആ സ്പീഡിലേ പോകാൻ കഴിയും. അതിനെക്കാട്ടിയും മെല്ലെ പോകാൻ കഴിയാം. നോക്കൂ, മെല്ലെ പോയെങ്കിലും ഇത് വരുമല്ലോ. ലൈറ്റ് ഓഫ് ഒക്കെ എല്ലാവരും നോക്കുന്നതാണ്. നല്ല നീ വയനാട് പോകാൻ. ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാ. അങ്ങനെ നമ്മ അബുദാബി എത്തിയിട്ടുണ്ട്. അബുദാബിയിൽ ലാസ്റ്റ് ടൈം ഒരിക്കൽ അബുദാബിക്ക് വന്നിട്ടാകുമ്പോൾ ഇന്ത്യൻ്റെ ഫ്രണ്ട് നമുക്കൊരു സിംഗർ ക്ലബ്ബ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനപ്പോൾ അന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് ഭയങ്കര ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഒന്നും കൂടി ഇപ്പം സിംഗർ ക്ലബ്ബ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടാണുള്ളത്. അപ്പം ആ എയർപോർട്ടിലേക്ക് പോയിട്ടാണ് നമ്മൾ ഇപ്പോൾ ആ ലൊക്കേഷൻ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണുള്ളത്. അപ്പോൾ എനിക്കിപ്പം സിംഗർ ക്ലബ്ബ് വാങ്ങാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. അതാണ് ഗൈസ് റെസ്റ്റോറൻറ്റ്, BBC റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രിൽസ്. അപ്പോൾ ഇന്ത്യ ക്ലബ്ബ് വാങ്ങിയിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ നോർമൽ പീപ്പിൾസ് ലൈഫ്. നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ സോഷ്യൽ മീഡിയക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താ, അതിൻ്റെ പ്രോബ്ലം എന്തെന്നുള്ളത്. കാരണം അത് വെച്ചെങ്കിൽ ഇപ്പം ഞാനും അതുപോലെ എഫക്റ്റായ ഒരാളെന്ന നിലയിൽ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോടും ഈ സമൂഹത്തോടും കുറച്ച് കാര്യങ്ങൾ പറയാനും അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. സംഭവം എന്താ വെച്ചെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പോൾ തന്നെ, എല്ലാവരും എന്നല്ല ഭൂരിഭാഗം ആൾക്കാരും രാവിലെ എണീക്കുന്ന തന്നെ എനിക്ക് കണ്ണോർക്കുന്ന തന്നെ സോഷ്യൽ മീഡിയയിലേക്കാണ്. ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ X, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സാപ്പ്, അങ്ങനെ ഏതായെങ്കിലും ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയയിലായിരിക്കും നമ്മൾ കണ്ണ് തുറക്കുന്നതിന്. അപ്പം ഇത് 100% ഷുവറാണ് ഒരു കുറച്ചെങ്കിലും ആൾക്കാർ. കാരണം ഞാനും ആ ഒരാളിൽ പെട്ടത് തന്നെയാണ്. ഇന്ത്യയും അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ടത് തന്നെയാണ്. കാരണം ഞാനാണ് നേരത്തെ എണീക്കുന്നെങ്കിൽ ഇന്ത്യ എണിച്ചിട്ടില്ലെങ്കിൽ ഞാനിത് സ്ക്രോൾ ചെയ്ത് മിണ്ടാണ്ട് ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കൂടിയിട്ടിരിക്കുന്നതായിരിക്കും. ഇവൻ ഇന്ത്യയാണ് രാവിലെ നേരത്തെ എണീക്കുന്നെങ്കിൽ എന്നെ സൗണ്ടാക്കിയിട്ട് എണിപ്പിക്കാതെ ഓല എണിക്കുന്ന അത്ര ടൈം ബെറ്റർ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അഥവാ ഇന്ത്യയാണ് എന്നെക്കാൾ നേരത്തെ എണിക്കുന്നെങ്കിൽ സൗണ്ടാക്കാതെ ഓൾ എണിക്കുന്നതിന് മുമ്പ് ഒരു 100 റീൽസ് എങ്കിലും കണ്ട് തീർക്കണം എന്നിട്ട് അങ്ങനെയായിരിക്കും
ഇത് ഇന്തി ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് ഒറ്റ ക്ലിക്ക് കൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള കാര്യങ്ങളാണെങ്കിലും അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആകുന്നുണ്ട്. പണ്ടത്തെ പോലെ നമ്മൾ കിണറ്റിലെ കൂപമണ്ടുക തവളനെ പോലെ അല്ല ആകുന്നത്. അപ്പം അതെല്ലാം സോഷ്യൽ മീഡിയാൻ്റെ നമ്മൾ ഇത് തന്നെയാണ്. പിന്നെ ഇപ്പം AI കാലത്തിലാണെങ്കിലും ChatGPT ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനിൽ എന്ത് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനും നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് ആവശ്യമില്ല. നമുക്കൊരു സ്മാർട്ട് ഫോണും ഡാറ്റ കണക്ഷനും ഉണ്ടെങ്കിൽ ഏത് കോണിലും നമ്മൾ എത്തിപ്പെട്ടെങ്കിലും നമുക്ക് ടെൻഷൻ ആവാതെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഫീൽ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷേ ഏതൊരു സംഭവം അതിൽ കിടക്കുമ്പോൾ അധികമായാലും അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഏതൊരു സംഭവത്തിനുള്ള മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് സോഷ്യൽ മീഡിയക്ക് ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയക്ക് കുറച്ച് കൂടുതലാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. അത് മെൻ്റലി കൂടി നമ്മളെ ബാധിക്കുന്നുണ്ട്. അതിപ്പോൾ 2024 നടത്തിയ സർവേ പ്രകാരം ഒരു 40 to 50% ആണുങ്ങളെങ്കിലും സോഷ്യൽ മീഡിയ കാരണം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെ അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓവർ കൺസ്യൂമറൈസേഷൻ, ആൾക്ക് യൂസ് ചെയ്യാൻ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ആണ്. ഇപ്പം ലേഡീസിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം നമ്മളെ മുമ്പിൽ വീഡിയോയിൽ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞെങ്കിൽ കൂടുതലാണ് കുറേ. അതായത് ഇപ്പോൾ ഒരു സ്കിൻ കെയർ ആണെങ്കിൽ നോർമൽ പീപ്പിൾ ഒരു ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, ഒരു സീറം ഇതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒരു 5 സീറം, ഒരു 5 മോയ്സ്ചറൈസർ, ഒരു 5 ക്ലെൻസർ, കുറേ ബ്യൂട്ടി എക്യുപ്മെൻറ്റ്സ് ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് അവരത് കാണിച്ചു തരും. പക്ഷേ അവർ ആ വീഡിയോയിൽ മാത്രമായിരിക്കും അതൊക്കെ കാണിച്ചു തരുന്നത്. ഓരോരോ ബ്രാൻഡ്സിൻ്റെ പ്രൊമോഷൻ ബേസിൽ അവർ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടുന്നതായിരിക്കും അവർക്ക്. കാരണം ഈ ബ്രാൻഡ്സ് തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ ഇതിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മളോട് അവർ പറയുന്നു അങ്ങനെയല്ല. മിക്ക ആൾക്കാരും നമ്മളോട് പറയുന്നത് ഇന്നത് യൂസ് ചെയ്യുന്നത്, ഇന്ന് ചെയ്യുന്നത് ഇങ്ങനെ. പിന്നെ ഡ്രസ്സാണെങ്കിലും ഓവർ കൺസംഷനാണ് ഇപ്പോൾ ഏതൊരു കേസിലാണെങ്കിലും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പിന്നെ അല്ലെങ്കിൽ കിച്ചൺ ആക്സസറീസ്, കിച്ചൺ വെയർസ് എല്ലാം വീടാണെങ്കിലും ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ട് ഇതാക്കിയിട്ടെല്ലാം വെച്ചിട്ട് ഇതെല്ലാം കാണുമ്പോൾ നോർമൽ പീപ്പിൾ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ടെൻഷൻ അടിക്കണമെന്ന് ആവശ്യമില്ല. നമ്മളെ പറ്റുന്ന പോലെ ജീവിക്കുക, നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മളെക്കാളും മുകളിലുള്ള ആളെ നോക്കാതെ നമ്മളെക്കാട്ടും താഴെയുള്ള ആളെ നമ്മൾ നോക്കിയിട്ട് സന്തോഷം കണ്ടെത്താം. ഇതാണ് നമ്മൾക്ക് ഇത് ദീൻ വേസിലാണെങ്കിൽ പഠിപ്പിക്കുന്നതും പിന്നെ കോമൺ ആയിട്ടുള്ള കേസിലും നമുക്ക് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കലി നമ്മളെക്കാട്ടിലും മുകളിലുള്ള ആളെ ഓട്ടോമാറ്റിക് നോക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ നോക്കിയാലും നമുക്ക് വളർച്ചയിലെത്താനും പറ്റുള്ളൂ. കാരണം ഒരു പ്ലേസ് നമ്മൾ എയിം വെച്ചിട്ടായിട്ട് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ വളർച്ചേനെക്കാട്ടിലും കൂടുതൽ ഈ വക കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഡിപ്രഷനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെ അല്ലല്ലോ, എന്നെ പോലെയുള്ള ആൾക്കാർ തന്നെയല്ലേ ഇങ്ങനെയെല്ലാം ജീവിക്കുന്നത്. കാരണം ഞാൻ എന്താ വെച്ചെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇപ്പം ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആൾക്കാരെല്ലാം വ്ളോഗെല്ലാം ഫോളോ ചെയ്യലുണ്ട്, നോക്കലുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാരെ കമൻസ് കാണലുണ്ട്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫാണ് നിങ്ങൾ ജീവിക്കുന്നുള്ളത്, വേറെ ആൾക്കാരെ സ്വപ്നം കാണുകയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇങ്ങനെ ഹസ്ബൻഡ് വൈഫെല്ലാം ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു കടലമുട്ടായ പോലും വാങ്ങി തന്നിട്ടുണ്ടായില്ല. ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെ വേറെ കുറച്ച് ആൾക്കാർ അതിനെ തിരുത്തിക്കൊണ്ടും കോമൻസ് ഇട്ടിട്ടുണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് നമ്മൾ സംതൃപ്തിയാവാൻ നോക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫായിരിക്കില്ല. ബിഹൈൻഡ് റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണ്. ബിഹൈൻഡ് റീലിൽ ചിലപ്പോൾ നിങ്ങളെക്കാട്ടും മിസറബിൾ ആയിരിക്കും അങ്ങനെ ഇങ്ങനെ എന്നിട്ട്. കാരണം ഇപ്പോൾ ഇതിൻ്റെ അടുക്ക് ഞാൻ ഖാദർ കരിപ്പൂട്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഖാദർ കരിപ്പൂട്ടിൻ്റെ ചാനൽ മാത്രമല്ല, വേറെ ആളെ തന്നെ, അത് ആരെന്ന് അറിയില്ല. ഞാനങ്ങനെ അവരുടെ വ്ളോഗ്സ് ഫോളോ ചെയ്യുന്ന ആളല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ പേരറിയില്ല. പക്ഷെ എല്ലാവരും, ഞാൻ പറയണമെന്നില്ല, എല്ലാവർക്കും അറിഞ്ഞ സംഭവം തന്നെയാണ് അവരുടെ ഫാമിലി പ്രോബ്ലം. കാരണം ഭയങ്കര സ്വീറ്റ് ആൻഡ് ഇതായിട്ടുള്ള ഒരു ഹസ്ബൻഡ്, വൈഫ്, ഹസ്ബൻഡിൻ്റെ അനിയൻ, അച്ഛൻ, അമ്മ, ഇത്ര ആൾക്കാർ ഭയങ്കര വീഡിയോസ് ചെയ്യുന്ന ഇതാക്കുന്നത്. പക്ഷേ ഇവരുടെ ലൈഫിൽ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്തെന്നുള്ളത് അനിയനൊരു വീഡിയോ ഇടുന്നു, പിന്നെ അതിൻ്റെ ബാക്കിൽ ഹസ്ബൻഡും വൈഫും വീഡിയോ ഇടുന്നു, ഏട്ടനെ തല്ലി എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറച്ച് ഭൂരിഭാഗം ആൾക്കാരും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തരണം ചെയ്യാൻ എന്താക്കണം എന്ന് വെച്ചെങ്കിൽ, ഒന്നാമത് എന്തൊരു കാര്യത്തിലും കൺട്രോൾ നമ്മളെ കയ്യിൽ വേണം. എന്നാൽ നമുക്ക് ഒരു പേടിക്കാനുമില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ ഓവർബോർഡ് പോയില്ല, ഞാൻ ലിമിറ്റ് വിട്ടിട്ട് പോയില്ല എന്നുള്ളത്
നമുക്ക് തന്നെ കൺഫേം വേണം. അപ്പോൾ സോഷ്യൽ മീഡിയാൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഒരു ദിവസം 4 മണിക്കൂർ കൂടുതൽ, ഇനിയിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഒരു പണിയില്ലാതെ ഇരിക്കുന്ന ആളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും 4 മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യില്ല. അതിപ്പം ഒറ്റയടിക്ക് 4 മണിക്കൂറൊന്നുമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കാണുന്ന ആളാണെങ്കിലും നമുക്കൊരു ആവറേജ് വെച്ചിട്ട് നമ്മളെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല, ഞാൻ ഇന്ന് കുറേ ടൈം യൂസ് ചെയ്ത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ രാവിലെ എണിച്ചാൽ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാതെ ഒരു ദിവസം നമ്മൾ ഇന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാറ്റും. കുറച്ച് നല്ല നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്തു നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ന് തോന്നുന്ന രീതിയിൽ ആവുന്നുള്ള ആ ഒരു തിങ്കിങ് കൊണ്ടുവരിക. കാരണം ഈ സ്ക്രോളിങ്ങിനുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളെ ബ്രെയിനിൽ തന്നെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയല് ഭയങ്കര ഒരു ഡാം ഫീൽ വരുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ ബ്രെയിനിലേക്ക് ഭയങ്കര ഫോഗിങ് പോലെ ഫീൽ ആണ്. കാരണം ഞാനെന്നെ ഇപ്പം കുറച്ച് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം ടിക്ടോക്ക് ഭയങ്കരത്തിൽ നോക്കിക്കഴിഞ്ഞെങ്കിൽ കുറേ ടൈം തലവേദനയാണ്. പിന്നെ എണിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഭയങ്കര ഒരു ഡിപ്രഷൻ ഫീലാവും. പിന്നെ ഭയങ്കര തലയിലിങ്ങനെ എന്താ പറയല് ഒന്നിനും കൊള്ളില്ല, തലയെല്ലാം ഭയങ്കര കനം പോലെ ഫീലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ശരി തന്നെയാണ്. ഈ പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഫോണിൽ കുത്തിരുന്നോണ്ട് പണ്ടെല്ലാം നമ്മളോട് ഉമ്മമാർ പറയലുണ്ട്, അത് ശരി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താക്കുക വെച്ചാൽ കഴിവതും ഈ വക കാര്യങ്ങളിൽ നമ്മൾ എടുക്കാതിരിക്കുക. മീൻസ് നമ്മൾ ഈ വീഡിയോസ്, ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ്, ഭയങ്കര ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഇതെല്ലാം നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പം അത് നമ്മളെ മൈൻഡിൽ തന്നെ ഇതൊരു ലെജർ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ നമ്മളിത് മനസ്സിലേക്ക് എടുക്കുന്നില്ല. നമ്മളിങ്ങനെ കഷ്ടത്തിൽ നമ്മൾ ഭയങ്കര അഡ്മയർ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ആക്കാൻ ഫ്രീ ടൈം ഉണ്ട്, കുറച്ച് എന്തെങ്കിലും ആരെങ്കിലും വീഡിയോസൊക്കെ നോക്കിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യണം, ഒന്ന് ആ ഫ്രീ ടൈം കളഞ്ഞു പോകണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നോക്കുന്നത്. അല്ലാതെ ഞാനിത് മനസ്സിലേക്ക് എടുത്ത് എനിക്കിങ്ങനെ ഇല്ല, ഇവർക്ക് ഇങ്ങനെയുണ്ട്, ആ കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മളെ മനസ്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിക്കാം. പിന്നെ പറഞ്ഞാൽ അത്രയും നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത് ഭയങ്കര ഇങ്ങനെ ഓവറായിട്ട് ഓവർ കൺസംഷനും പിന്നെ ഓവറായിട്ട് സ്പോയിലാക്കുന്ന പോലെ കൂടുതലായിട്ട് ഇങ്ങനെ കാണിക്കുന്ന വ്ളോഗേഴ്സിനൊന്നും നമ്മൾ ബ്ലോക്ക് ചെയ്യുക. കാരണം നമ്മൾ നോക്കാതിരിക്കാം. ഇനിയിപ്പോൾ എന്നാരും ബ്ലോക്ക് ചെയ്യാൻ പോകണ്ട, ഞാൻ കൂടുതൽ സംസാരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് ഞാനൊന്നും കാണിക്കലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം. അപ്പോൾ അങ്ങനെയല്ല. പിന്നെ രാവിലെ എണിച്ചിട്ടായിട്ട് കുറച്ച് സമയം മെഡിറ്റേഷൻ, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. രാവിലെ എണിച്ചിട്ട് കുറച്ച് നല്ല തണുത്ത കാറ്റ്, നല്ലൊരു സൺലൈറ്റ് എല്ലാം കിട്ടുന്ന ഒരു ഏരിയ, ബാൽക്കണി അങ്ങനെയുള്ള ഏതെങ്കിലും ഏരിയയിൽ പോയിട്ടിരുന്നിട്ടായിട്ട് കുറച്ച് ടൈം കണ്ണടച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. ഒരു ലൈറ്റ് സൗണ്ടിൽ പാട്ടെല്ലാം വെച്ചിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞെങ്കിൽ തന്നെ നമ്മൾ അന്നത്തെ ഡേ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സും പിന്നെ നമുക്ക് എല്ലാവർക്കും, ആരും ഒറ്റക്കല്ല, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഈ വക വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത് തന്നെയാണ്. മോറോവർ ഒരു കാര്യം എന്ത് മനസ്സിലാക്കേണ്ടത് വെച്ചെങ്കിൽ മറ്റുള്ളവർക്ക് നന്നായി തോന്നാൻ വേണ്ടി തന്നെയാണ് ഭൂരിഭാഗമുള്ള ആൾക്കാരും ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നത്. കാരണം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഭാഗമെല്ലാം ഭയങ്കര വാൾപേപ്പറും ഇതും നല്ല സെറ്റപ്പും കാര്യമെല്ലാം വെച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ അപ്പുറം തുണി മടക്കി വെക്കാനുള്ള തുണി ഇത്ര കൂട്ടി വെച്ചത് അങ്ങനെ എടുത്ത് അങ്ങോട്ടേക്ക് തട്ടിയിട്ടായിരിക്കും ഈ ഒരു ഭാഗം ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടായിട്ട് വീഡിയോ ഇടുന്നതും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം എൻ്റെ കിച്ചണിൽ തന്നെ ഞാൻ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഷുഗർ, കോഫി, ടീ കണ്ടെയ്നേഴ്സ് അതെല്ലാം എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട്, അത് ഇടുന്ന് വാങ്ങി അങ്ങനെ ഇങ്ങനെ. അതെല്ലാം ഞാൻ പുറത്ത് നല്ല കാണുന്ന രീതിയിൽ ക്യാൻഡിൽസും ഇതെല്ലാം വെക്കും. ആൻഡ് ഉള്ളിൽ നമ്മൾ നോർമൽ കേരള, നമ്മൾ നോർമൽ ഇന്ത്യൻ, നമ്മൾ നോർമൽ മലയാളികളെ പോലെ തന്നെ കഴിഞ്ഞ അച്ചാറിൻ്റെ കുപ്പിയും മറ്റു ശാലുള്ള ജാമിൻ്റെ പാത്രവും ഈ വക ഐറ്റംസ് എല്ലാം എൻ്റെ കബോർഡ്സിൻ്റെ ഉള്ളിലും ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും നോർമൽ പീപ്പിൾ തന്നെയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് കാണാൻ ആസ്വാദന ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇത് കണ്ടിട്ട് സങ്കടപ്പെടുന്ന ആൾക്കാരും നാളെ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറ്റവും മാത്രമേ നിങ്ങൾ വീഡിയോക്ക് മുമ്പിൽ കാണിക്കുള്ളൂ, ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുള്ളൂ. ബിഹൈൻഡിലുള്ളതൊന്നും നിങ്ങൾ കാണിക്കില്ല. അപ്പോൾ ഇത്ര സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ ഇത് ഭയങ്കരത്തിൽ വിഷമിക്കാതെ കിട്ടുന്ന നമ്മൾ ഈ ഭൂമിയിലുള്ള കുറച്ച് ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ട്, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ജീവിച്ചു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ജീവിച്ച് കാണിക്കണം നമുക്ക് തന്നെ ജീവിച്ച് തീർക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയാസൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് നിങ്ങളോട് ആരോടെങ്കിലും പറയുന്നത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ബാക്ക് ടു നമ്മൾ ഈ ഡേയിലേക്ക് കടക്കാം. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംഗർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടായിട്ട് കഴിച്ചിട്ടാണ്. ഇപ്പോൾ സമയം 1:15, ഏകദേശം 3:30-4 മണി അവർ ഫ്ലൈറ്റ് ലാൻഡ് ആവാൻ തന്നെ. അപ്പോൾ ആ സമയം കൊണ്ടിപ്പോൾ എനിക്ക് ഇവിടെ അബുദാബിയിൽ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയിട്ടായിട്ട്
തള്ളി മറിച്ചിരുന്നാൽ മതി. ഞാൻ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, മൂവി ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും കൈക്കാളത് വാങ്ങണം. അങ്ങനെ കാറിൽ തന്നെ ഇരുന്നിട്ട് സ്വസ്ഥം സമാധാനം, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എന്തായിരുന്നെങ്കിൽ ഞാൻ പൊതുവെ അങ്ങനെ റഷിൽ ഇങ്ങനെ പോകുന്ന ഇതാക്കുന്ന അങ്ങനത്തെ പേഴ്സണല്ല. കുറച്ചിങ്ങനെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ടായിട്ട് ലോൺലിനെസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ 2 മണി വരെ ഗ്ലോബൽ വില്ലേജ് ഉണ്ട്. സോ ഇന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജിൽ പോകുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2 മണി വരെ ആടെ ടൈം സ്പെൻഡ് ആയി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ടെത്തുമ്പോൾ 3 മണി 3:30 എല്ലാം ആവുമ്പോൾ കറക്റ്റ് ആ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്ന സമയം ആവുള്ളൂ. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഫുഡ് എത്തി ഇന്തി തൂന്നാണ്ട് ഇത് മറ്റേ ഒമാനി ചിപ്സ് എല്ലാം ഇട്ടിട്ടുള്ള സിംഗറല്ല, സ്പെഷ്യൽ സിംഗർ. നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഇന്ത്യൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു നാഷണൽ ഡേൻ്റെ കൈൻഡ് ഓഫ് ഡെക്കറേഷൻ കണ്ടുകൊണ്ട് അത് ഞാൻ വീഡിയോയിൽ പകർത്തിയതേ ഉള്ളൂ. കാണുമ്പോൾ നമ്മളെ സാരിൻ്റെ എല്ലാം ആ ഒരു ത്രെഡ് വർക്കും കാര്യമെല്ലാം ഇല്ലേ, അതുപോലെയാണ് ഉള്ളത്. അബുദാബിയിൽ അങ്ങനെ പയറ്റിത്തഴിഞ്ഞ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ എക്സിറ്റ്സ് ഒക്കെ മാറിയിട്ട് ടണലെല്ലാം പിന്നെ യൂ ടേൺ എടുക്കാൻ പോലും സൗകര്യമില്ലാതെ ഓരോട് 6 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിട്ട് 16 മിനിറ്റിലോളം ഇപ്പോൾ ചുറ്റി കറങ്ങുന്നതാണുള്ളത്. പച്ചക്കറി എന്തിനു പച്ചക്കറി ഷോപ്പ്, ഇത് പച്ചക്കറി മാർക്കറ്റ്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇല്ലാത്ത നോക്കും വെറൈറ്റി. ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ഹോർലിക്സ് കിട്ടി. ആക്ച്വലി എന്ത് ജ്യൂസ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തണുപ്പ് ഇപ്പോൾ 21 ഡിഗ്രി സെൽഷ്യസ് ആണ് പുറത്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് ഹോർലിക്സ് കുടിക്കാമെന്ന്. ഞാൻ ഇതിൻ്റെ അടുക്ക് ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പാണ് എൻ്റെ ആൻറ്റിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആൻഡ് ജിം പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 4 ദിവസം മുമ്പ് കുറേ ഡയറ്റ് പ്ലാനും കാര്യമെല്ലാം ചോദിച്ചതേ ഉണ്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വ്ളോഗ് എങ്ങാനും വളയെ കാണാനിടയായെങ്കിൽ പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം, വേറൊന്നും എനിക്ക് പറയാനില്ല. സമയം ഏകദേശം 4:15. ഉറക്കം വന്നായിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്ന് കണ്ണെല്ലാം കഞ്ചാവടിച്ച പോലെ ആയി, ചോന്നിട്ട് കോലെല്ലാം മാറി കുറച്ച്. അവർ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം പൊതുവെ എയർപോർട്ടിൽ പോകുന്നതെല്ലാം ഒരു എന്താ പറയില്ല, ഒരു ഹസാർഡസ് ആയിട്ടുള്ള ടാസ്ക് ആണല്ലോ. നല്ല ഉറക്കും ഇതെല്ലാം പൊതുവെ റൂമിലുണ്ടെങ്കിൽ ഈ ടൈമൊന്നും ഉറക്കം വരില്ല, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടായിരിക്കും ഉറങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ട്രാവലിങ്ങും കാര്യമെല്ലാം കുറച്ച് കൂടുതൽ എനർജി നമ്മൾ വേസ്റ്റ് ആവുന്നല്ലേ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പം ഒരു 1.5 മണിക്കൂർ ജേർണി ഉണ്ടാവും, കാരണം രാവിലെ ആകുമ്പോൾ കുറച്ച് ട്രാഫിക്കും കാര്യമെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവരെ കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മൾ റൂമിലത്തെ കേട്ടേൻ്റെ കളർ കുറച്ചൊരു ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ രാവിലെ നല്ല ലൈറ്റ് വരും റൂമിലേക്ക്. സോ അത് കുറച്ചൊരു പണിപ്പെടേണ്ടി വരും. അപ്പോൾ ഓരോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം കൂടി അയച്ചു കൊടുക്കണം, നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കണം. നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആക്കണം. ബൈ ബൈ.